നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സാംവത്സരീം ഏകസ്യാപി ന ഗർഭഭാരധരണക്ലേശസ്യ യസ്യാഃ ക്ഷമോ ദാതും നിഷ്കൃതിരുന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കസ്തൂരീതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുഃ കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂടാമണി. അസ്തി സ്വസ്തരുണീ കരാഗ്രവികളൽ കൽപ്പപ്രസൂനാപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരീ നിർവാണ നിർവ്യാകുലം സ്രസ്തസ്രസ്ത നിബദ്ധനീ വിവിലസദ്ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തനതാപവർഗമഖിലോദാരം കിശോരാകൃതി കാന്തിസ്സിതാമൃശതി നിന്ദിത ശാരദേന്ദു യത്രൈകതോ വിലസിതാമസിതാംഗശോഭാം വൃന്ദാവനേപി കൃതയാമുനഗാംഗസംഗം രാധാമുകുന്ദയുഗളം തദഹം നമാമി. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ സ്വരൂപം തന്നെയാകുന്ന ശ്രീമദ് ഭാഗവതം കഥകളിലൂടെ ഓരോരുത്തരുടെയും മനസ്സിനെ ആകർഷിച്ചു കൊണ്ടുവന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി എത്തേണ്ടോടത്തേക്ക് എത്തിക്കുന്ന, ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കുന്ന ഒരു ഗ്രന്ഥം. ഇത് സപ്താഹമായിട്ട് ധാരാളം നടക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. പലരുടെയും മുഖങ്ങളിൽ നിന്ന് ഭാഗവത കഥകളെ കേൾക്കാം. ഈ കഥകൾ ഓരോന്നും കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് അനുഭവമാകുന്ന ചില തത്വങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള രംഗങ്ങൾ. ഇത് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേൾക്കാൻ എളുപ്പമാണ്. എല്ലാ കഥകളും നമ്മളെ കൊണ്ട് കേൾക്കാൻ പറ്റും. കാരണം ഭഗവാൻ 2 കാത് തന്നിട്ടുണ്ട്. ഒരു കാതിലൂടെ കേൾക്കാം, അടുത്ത കാതിലൂടെ അപ്പുറത്തേക്ക് കളയുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടുകൊണ്ട് തത്വങ്ങളാണെങ്കിൽ തന്നെ കേൾക്കാം,
ബ്രഹ്മമെന്ന് പറയുന്നുണ്ടാവും, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നുണ്ടാവും, മനസ്സ് എന്ന് പറയുന്നുണ്ടാവും, ബുദ്ധി എന്ന് പറയുന്നുണ്ടാവും. ഇതൊക്കെ കേൾക്കുക എന്നല്ലാണ്ട് അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയം. ഭഗവാനെ എത്രത്തോളം പ്രേമിക്കണോ അതിനനുസരിച്ച് അതിൻ്റെ ഉയർന്നൊരു തലത്തിൽ ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം നമുക്ക് സ്വയം ബോധ്യമാവും. അതിന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ഇനി അനുസ്മരിക്കാൻ പോകുന്ന ഭാഗങ്ങൾ വേണ്ട രീതിയിൽ അദ്ദേഹം തന്നെ നമ്മുടെ ഉള്ളിൽ അനുഭവാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ അവതാര കഥകളാണ്. മറ്റെല്ലാ കഥകളെക്കാൾ ഉപരി ഒരുവനെ പിടിച്ചിരുത്തുന്ന, എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന കഥകളാണ് ശ്രീകൃഷ്ണ കഥകൾ. അതിൽ ഒരു ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് കടക്കുക. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപി ഭൂമിയിലെ ഭാരം തീർക്കാനായി യാദവ വംശത്തിലെ ദേവകീ വസുദേവന്മാരുടെ മുന്നിൽ അദ്ഭുത ബാലകനായി അവരുടെ പുത്രഭാവത്തിൽ അവതരിച്ചു. എന്നിട്ട് അമ്പാടിയിലേക്ക് മാറിയിട്ട് നിരവധി ബാലലീലകളാടി, വൃന്ദാവനത്തിലും ധാരാളം ലീലകളാടി ഇപ്പതാ രാസക്രീഡയും കഴിഞ്ഞിരിക്കുന്ന രംഗം. വൃന്ദാവനം ഗോപസ്ത്രീകളും ഗോപന്മാരും പശുക്കുട്ടികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലം, ഗോവർദ്ധന പർവ്വതവും കാളിന്തിയും. എന്നാൽ ഇതിനെല്ലാം ഉപരി കൃഷ്ണപ്രേമം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം. ഒന്നും അറിയാത്ത ആൾക്കാരായിരുന്നു വൃന്ദാവനത്തിൽ. പറയും തമോ ഗുണത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇതില് തമോ ഗുണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരങ്ങളുണ്ട്. അതല്ലാണ്ട് അറിവില്ലായ്മയുടെ ഒരു ഘട്ടം. വൃന്ദാവനത്തിലെ ഓരോരുത്തരും അങ്ങനെയാണ്. പക്ഷേ ഈ അറിവില്ലായ്മ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം നമുക്കൊക്കെ ലോകത്തിന് പല പല കാര്യങ്ങളെക്കുറിച്ചും അറിവ് ധാരാളമുണ്ട്. കൂട്ടത്തിൽ ഭഗവാനെക്കുറിച്ച് അറിവില്ല. എന്നാൽ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നവർക്ക് ലോകകാര്യങ്ങളും കുറവാ, അതിനെക്കുറിച്ചുള്ള വിവരവും കുറവാ. അതുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്തു ചെയ്തു? തമോ ഗുണത്തില് ഒരു താഴെ തട്ടിൽ ഇരിക്കുകയാണെന്ന് ഏവരും കരുതിയിരുന്ന വൃന്ദാവനത്തിലെ ഓരോ പ്രാണികളെയും ഭഗവാൻ തൻ്റെ ലീലകളെ കൊണ്ട് തന്നിലേക്ക് ആകർഷിച്ച് ഉയർത്തിയിരിക്കുന്നു. ഓരോ കഥകളും അങ്ങനെയാണ്. ആദ്യം കാണുന്നതായ ബാലലീലകളിലൂടെയും മറ്റും ഉള്ളിലുണ്ടാവുന്ന സകല ദോഷങ്ങളെയും ഭഗവാൻ തീർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്രഹ്മമോഹനായി ബുദ്ധി നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാനെ അറിയാനാണ്, സംശയമില്ല. ബുദ്ധി ഇവിടെ ദേവതയായ ബ്രഹ്മദേവൻ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ എന്തേ അറിയേണ്ടത് ചോദിച്ചാൽ ബ്രഹ്മദേവൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ പറ്റി അറിയാൻ പറ്റില്ല എന്നറിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അറിവ്. സംശയമില്ല, അതോടുകൂടി ബോധ്യാവും. കാരണം സകല ദിക്കിലും സകലതിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാ ബ്രഹ്മദേവന്റെ വാക്ക്. ഇതറിയാൻ സാധിക്കല. എന്നാൽ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് അറിവുണ്ട്, തനിക്ക് ഈശ്വരനെ അറിയാം എന്നൊരു അഹങ്കാരഭാവം ഉണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാവും. മാത്രല്ല താൻ ഈ ശരീരമാണെന്ന ഭാവത്തെ, ഓരോ കർമ്മങ്ങളിലും താനാണ് ചെയ്യണത് എന്ന ഭാവത്തെയൊക്കെ വസ്ത്രാഭരണ ലീലയുടെയും ഇന്ദ്രനിലൂടെയും ഒക്കെ ഭഗവാൻ മാറ്റി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളെയും തീർത്ത് ഒരു ജീവനെ ഭഗവാൻ തന്നിലേക്ക് ലയിപ്പിക്കുന്ന ലീലയാണ് രാസക്രീഡയിലൂടെ വർണ്ണിച്ചത്. വൃന്ദാവനത്തിലെ ലീലകൾ ഏകദേശം പൂർത്തിയായിരിക്കണം. ഇനി ഭഗവാൻ മധുരയിലേക്ക് കടക്കാനായിട്ട് ആരംഭിക്കുക. ഇപ്പോ വൃന്ദാവനത്തെക്കുറിച്ച് നമ്മൾ അനുസ്മരിച്ചു, അറിവില്ലാത്ത ആൾക്കാരായിരുന്നു എന്ന്. എന്നാൽ അവർക്കും ആവശ്യമില്ലാത്ത അറിവുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് എളുപ്പം ഭഗവാനെ അറിയാൻ സാധിച്ചു. എന്നാൽ മധുരയിലെ ആൾക്കാർ അങ്ങനെയല്ല. കുറെ അറിവ് പ്രശ്നമായിട്ടുണ്ട് അവരുടെ ഉള്ളിൽ. രജോ ഗുണത്താൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് മധുരയിലുള്ളവർ. അതിൻ്റെ ഘടകമായിട്ട് ഇരിക്കുന്നത് കംസൻ. ഈ കംസനെ ഇല്ലാണ്ടാക്കണം. ഭഗവാന്റെ മധുരാലീലയുടെ പ്രധാന ഭാവം അതാണ്. എങ്ങനെയാ കംസനെ ഇല്ലാണ്ടാക്കുക?
കംസൻ എന്നത് രജോ ഗുണ ആധിക്യത്തിലൂടെ കർമ്മം ചെയ്ത് ജീവിക്കുന്നൊരു ഭാവം. ഈ കർമ്മത്തെ ഇല്ലാണ്ടിയാക്കിയാൽ, കർമ്മങ്ങളിൽ നിന്ന് വിട്ടാൽ മാത്രമേ ഭഗവാനിലേക്ക് എത്തുള്ളൂ. അതിനെന്താ ചെയ്യാം? മധുരയിലേക്ക് ഭഗവാൻ പോകുന്നത് അക്രൂരന്റെ കൂടെയാണ്. ഈ അക്രൂരൻ മധുരാവാസി, ഏകദേശമൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെയാട്ടോ. എന്താ കാരണം? ഭഗവാന്റെ കഥകളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്, നാമൊക്കെ ജപിക്കുന്നുണ്ട്, വ്രതങ്ങളൊക്കെ നോൽക്കുന്നുണ്ട്. എന്നാലും കംസന്റെ പേടിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാ. അങ്ങനെയല്ലേ നമ്മള്? കംസൻ എന്ന് പറയുന്ന കർമ്മങ്ങളിൽ മുഴുകിയിട്ട് ഇടയിൽ കുറച്ചു നേരമൊക്കെ കണ്ടെത്താൻ പറ്റണമെന്നല്ലാണ്ട് പൂർണ്ണമായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ സാധിക്കാത്ത തരത്തിലുള്ള ആൾക്കാരാ. അങ്ങനെയുള്ള അക്രൂരന് ഒരിക്കൽ ഇതാ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അതേ കർമ്മം തന്നെ, അതേ കംസൻ തന്നെ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരൂ എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നു. ഇത് കേട്ടിട്ട് അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് ഭഗവാനെ കൊണ്ടുപോകാൻ വരുമ്പോ ആ അക്രൂരന്റെ യാത്ര ഭാഗവതത്തില് വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഭഗവത് ചിന്തയിൽ മുഴുകിയെത്തുന്ന അക്രൂരന് ക്രമേണ ഇവിടെ എത്തിയപ്പോൾ എന്തുണ്ടായി? ഭഗവാനെ കാണാനും താൻ എങ്ങനെയാണോ വിചാരിച്ചിരുന്നത് അതുപോലെ ഭഗവാനിൽ നിന്ന് സ്വീകരണം നേടാനും സാധിച്ചു. എന്തിനു പറയുന്നു? അവിടെയുള്ളവരുടെ കൃഷ്ണപ്രേമത്തെ കാണാനും ഭഗവാനെ കൊണ്ടുപോകുമ്പോൾ ഓരോ ഗോപസ്ത്രീകളും ഗോവിന്ദ, ദാമോദര, മാധവ എന്ന് വിളിക്കുന്നതും കേട്ടു. പോകുന്ന വഴിക്ക് കാളിന്തിയിൽ മുങ്ങിയപ്പോ ഭഗവാൻ വൈകുണ്ഠ ദർശനവും കൊടുത്തു. ഇപ്പൊ എന്തായി? കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാള്, അതുകൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരാള് ഇപ്പൊ ഭഗവാന്റെ അടുത്ത് എത്തി ശരിക്കും വൈകുണ്ഠ ദർശനം കൂടി സാധ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള അക്രൂരൻ ഭഗവാനെ സ്തുതിച്ചു. ഏക ഈശ്വരനാണ് എന്നുള്ള ഭാവത്തില് നിരവധി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അവതാര നാമങ്ങളും ചൊല്ലി സ്തുതിച്ചിട്ട് അവസാനം അക്രൂരൻ പറയണു, ഭഗവാനെ ഞാൻ ഇന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന്. ഭ്രാമ്യതേ കർമ്മവർത്മസു, കർമ്മങ്ങളില് വല്ലാണ്ട് ചുറ്റിത്തിരിഞ്ഞു പോണു. എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കണില്ല. സത്യമല്ലാത്തതിനെ സത്യമാണെന്നും സത്യമായതിനെ സത്യമല്ല എന്നും ചിന്തിക്കുന്ന ഒരു ഭാവം. ഇതെങ്ങനെയാ ചോദിച്ചാൽ എളുപ്പത്തിൽ 2 വാചകമേ ഉള്ളൂ. സത്യസ്വരൂപനായ ഭഗവാൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, നമ്മളൊന്നും ഇല്ലാത്തവരാ. പക്ഷെ ഇപ്പത്തെ നമ്മുടെ ചിന്ത എന്താ? അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടത് എന്താ? നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, ഈശ്വരനൊട്ട് കാണാനുമില്ല. ഭഗവാന്റെ മായയില് ഇതിൽ താൻ വല്ലാണ്ട് ബുദ്ധിമുട്ടണോ ഭഗവാനെ. എന്നിരുന്നാലും ഒരു തവണയെങ്കിലും ഇപ്പതാ അങ്ങയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി അങ്ങയുടെ അനുഗ്രഹമാണ്, എന്നെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് അവസാനം പ്രാർത്ഥിച്ചു. പ്രപന്നം പാഹിമാം പ്രഭോ. ഇതിലൊരു രസമുണ്ട്. പൂർണ്ണമായ ഭക്തിഭാവത്തില് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അതും നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാവുള്ളൂ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന എന്നൊരു പ്രാർത്ഥനയുണ്ട്. ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ, ഭഗവാനെ എനിക്ക് അങ്ങ് മാത്രമേ ശരണമായിട്ടുള്ളൂ, മറ്റൊന്നില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭഗവാൻ രക്ഷിച്ചോളും. മാത്രല്ല പൂർണ്ണമായിട്ടും ഭഗവാനെ ഉള്ളൂ എന്ന ചിന്തയിൽ നിന്നൊരു വ്യത്യാസം വരുന്നു. എന്നെ അവിടുന്ന് രക്ഷിക്കണട്ടോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഭാവത്തിന് മാറ്റം വരുത്തണം. വൈകുണ്ഠ ദർശനം സാധിച്ചിട്ടും അക്രൂരന് ഇങ്ങനെ നിലനിൽക്കാനേ സാധിക്കണുള്ളൂ. അത് കംസന്റെ ബന്ധം കൊണ്ടാ. അപ്പൊ എന്തുണ്ടായി? അക്രൂരൻ ഭഗവാനോട് മധുരയിൽ എത്തിയതിന് ശേഷം നമസ്കരിച്ചിട്ട് തന്റെ ഗൃഹത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോഴും ഭഗവാൻ പറഞ്ഞത് എന്തേ? കംസനെ ചെന്ന് കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നോളാം എന്ന്. ഇത് പറഞ്ഞ് അക്രൂരനെ പറഞ്ഞയച്ചു. എന്നിട്ടാണ് ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിച്ച് ചില ലീലകൾ ആടുന്നത്. കംസനെ ഇല്ലാണ്ടിയാക്കലാണ് ലക്ഷ്യം. പോകുന്ന വഴിയിൽ എല്ലാവരുടെയും സ്വീകരണം സ്വീകരിച്ചു പോകുന്ന ഭഗവാൻ രജകൻ എന്ന അലക്കുകാരനെ കാണുന്നു. കംസന് വസ്ത്രം അലക്കി കൊടുക്കണ ആളാ. കർമ്മമാകുന്ന കംസന് ഈ രജകനാകുന്ന
രജോ ഗുണത്തിന്റെ ആധിക്യം കൂടുതൽ കൂടുതൽ ബലം കൊടുക്കുന്നുണ്ട്. അതിന് ഭഗവാൻ ഒരു അടിച്ചമർത്തൽ ചെയ്യാം. രജകനെ ഇല്ലാണ്ടാക്കി. എന്തേ പറ്റിയത്? രജകനോട് വസ്ത്രം തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കത് തരാൻ പറ്റില്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു രജകൻ. ഈ രംഗം നമുക്ക് കാണിച്ചു തന്ന ഉടനെയാണ് ചില വസ്ത്രങ്ങൾ എടുത്തിട്ട് ഭഗവാൻ ഒരു തുന്നൽക്കാരന്റെ അടുത്ത് പോയി എന്ന് പറയുന്നതും അദ്ദേഹം വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് ഭഗവാന് വസ്ത്രങ്ങൾ കൊടുത്തു എന്ന് പറയുന്നതും. എന്തേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രജകൻ ചെയ്യുന്ന കർമ്മം വസ്ത്രം അലക്കി കൊടുക്കല. ഭഗവാൻ മുന്നിൽ വന്ന് ചോദിച്ചപ്പോൾ പോലും ഒന്നും കൊടുക്കാൻ രജകനെ കൊണ്ട് സാധിച്ചിട്ടില്ല. കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുക തന്നെ ചെയ്തു. എന്നാൽ വസ്ത്രം തുന്നുന്ന ആളാണെങ്കിലോ അവിടെ ചെല്ലുമ്പോൾ തൻ്റെ കർമ്മം അത് ഭഗവത് പ്രീതിക്കായിട്ട് വരണമെന്ന് വിചാരിച്ച് ഭഗവാനായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. അവിടെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. നമ്മൾ ഓരോരുത്തർക്കും ഈ കർമ്മം എപ്പോഴാ ബുദ്ധിമുട്ടാവണത്? ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പിന്നീട് നമുക്കൊരു ചങ്ങലയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യാത്തതുകൊണ്ടാണ്. ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള സകല കർമ്മങ്ങളും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഈ കായേന വാച മനസ്സ് ഇന്ദ്രിയൈർവാ ബുദ്ധി ആത്മനാവാ പ്രകൃതയ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വെറും 4 വരിയൊന്നും അല്ലാതെ സകല കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കണമെന്നുള്ളൊരു ഭാവം, ഈ ഒരു ഭാവത്തോടു കൂടി എന്ത് ചെയ്താലും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. കംസന് ഇത് സാധിക്കണില്ല. അല്ലെങ്കിൽ കർമ്മങ്ങള് ഇങ്ങനെ അല്ലെങ്കിൽ അത് ദുരിതത്തിലേക്കേ നയിക്കുള്ളൂ. രജകൻ അത് സാധിച്ചില്ല. ഭഗവാൻ എന്ത് ചെയ്തു? ആട്ടിക്കൊടുത്തിട്ട് രജകന് മോക്ഷം കൊടുത്തു. എന്നാൽ തുന്നൽക്കാരനാണെങ്കിലോ അനുഗ്രഹത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തിക്കൊണ്ട് പിന്നീട് മോക്ഷം കൊടുക്കുന്ന ഭാവം. അതേപോലെ തന്നെയാണ് വസ്ത്രമെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് ഭഗവാൻ ഒരു മാലാകാരന്റെ അടുത്തേക്ക് ചെല്ലണത്. അദ്ദേഹം വേണ്ട രീതിയിൽ മാലയൊക്കെ ഉണ്ടാക്കി ഭഗവാന് കൊടുത്തു. അപ്പോഴും എന്താ? താൻ ചെയ്യുന്ന കർമ്മം ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് സമർപ്പിക്കണു. ഈ മാലാകാരൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഇപ്പോ അമ്പലത്തില് അല്ലെങ്കിൽ അമ്പലത്തിനോട് ചേർന്നിട്ട് ധാരാളം കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാദ്യമേള വിഭാഗങ്ങളിലാവാം, അല്ലെങ്കിൽ മറ്റേതിലും ആവാം. അതെല്ലാം പുറമേ പോയിട്ടൊരു പ്രദർശനമായിട്ട് നടത്തത്തിനേക്കാൾ ഉപരി ഭഗവാന്റെ സംപ്രീതിക്കായിട്ട് നടത്തുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തിയുണ്ട്, ഭഗവത് പ്രീതി നിമിത്തം. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും വരാനില്ല. ഏത് കർമ്മവും ഭഗവാനെ സമർപ്പിച്ചാൽ പ്രശ്നം വരാനില്ല. അത് നമുക്ക് ഇതിലൂടെ കാണിച്ചു തന്നു. രജോ ഗുണത്തിന്റെ ആധിക്യത്തിനെ രജകനെ ഇല്ലാതെയാക്കുന്നതിലൂടെ ഭഗവാൻ ഇല്ലാതെയാക്കി ക്രമേണ കംസന്റെ ബലം കുറച്ചു കുറച്ചു കൊണ്ടുവരിക. പിന്നീട് കണ്ടത് ത്രിവക്രയാണ്. 3 കോനുള്ളവളാ, അല്ലെങ്കിൽ 3 വളവുള്ളവളാണ്. അവളെ പോലും സുന്ദരി എന്ന് വിളിച്ച് ഭഗവാൻ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവളോടും ചോദിച്ചു, ഈ കുറിക്കൂട്ട കംസനുള്ളത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് തരുമോ എന്ന് ഭഗവാന്റെ ഭാവം. സൈരന്ധ്രി എന്ന ഈ ത്രിവക്ര പറഞ്ഞത് എന്താ? വിനായുവാം കോന്യതമസ്തദർഹതി. നിങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കാ ഞാനിത് കൊടുക്കുക എന്നാ ചോദിച്ചത്. വ്യത്യാസം നോക്കണേ. രജകനോട് ചോദിച്ചപ്പോ രജകൻ കൊടുത്തില്ല, തരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. തുന്നൽക്കാരനും മാലാകാരനും, അതിൽ മാലാകാരൻ പറയുന്നുണ്ട്, പുംസോത്യനുഗ്രഹോ ഹ്യേഷ ഭവദ്ഭിരിയൻ നിയുജ്യതേ. നിങ്ങൾ പറയുന്നത് ഭഗവാനെ അങ്ങയുടെ വാക്ക് അനുസരിക്കണത് വളരെ നല്ലതാണെന്നുള്ളൊരു ഭാവം. സൈരന്ധ്രിയിലേക്ക് എത്തിയപ്പോഴേക്ക് എന്തായി? ഭഗവാന് കൊടുക്കുക എന്നല്ല, ഭഗവാൻ അല്ലാണ്ട് ഇത് ആർക്ക് കൊടുത്താലാ നേരെയാവാ എന്നൊരു ഭാവം ശരിക്കു വന്നു. 3 വളവുകളുള്ള ത്രിവക്രയെ ത്രിഗുണങ്ങളായിട്ട് കാണിക്കണം. സാത്വിക ഗുണം, രാജസ ഗുണം, താമസ ഗുണം. ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളാകുന്ന ഓരോ ജീവന്മാരും പല കർമ്മങ്ങളും ചെയ്ത് ഈ സംസാരത്തില് ബുദ്ധിമുട്ടി പോകുന്നതും ഈ ഗുണങ്ങളുടെ ബന്ധം കൊണ്ടാണ്. ഈ ഗുണങ്ങളെ ഇല്ലാണ്ടാക്കണം. അല്ലെങ്കിൽ തമോ ഗുണത്തിനെ ഉയർത്തി രാജസ ഗുണത്തിലേക്ക് എത്തിച്ച് അതിനെ വീണ്ടും ഉയർത്തി സാത്വിക ഗുണത്തിലേക്ക് എത്തിച്ച് സാത്വികത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക് എത്തുന്ന ഒരു ഭാവം. ഇതില് 3 വളവുകളുള്ള ത്രിവക്രയെ നേരെയാക്കി സുന്ദരിയാക്കി മാറ്റിയപ്പോ നമ്മുടെ ചിത്തവും ഗുണസംബന്ധം ഉണ്ടായിരുന്നതിൽ നിന്ന് ഉയർന്ന ശുദ്ധ സത്വഭാവത്തിലേക്ക് മാറിയിരിക്കണം. നമുക്കും ഒരു സൗന്ദര്യം വരും. അത് സൈരന്ധ്രിയിലൂടെ കാണിച്ചു തന്നു.
പിന്നീടാണ് അന്വേഷിച്ച് നടന്ന് ഭഗവാൻ ധനുര്യാഗത്തിൻ്റെതായ വില്ലിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരണത്. ആ വില്ലിനെ ഭഞ്ജിക്കണം. ഇത് ശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സകല ഗുണസംബന്ധങ്ങളെയും ഇല്ലാണ്ടാക്കുന്നതാണ് ഈ വില്ല് പൊട്ടിക്കുന്നതിലൂടെ കാണിച്ചു തരുന്നത്. എല്ലാ ഗുണബന്ധത്തെയും വെടിഞ്ഞ് നിർഗുണഭാവത്തിലേക്ക് മാറാൻ സാധിക്കുക. അതോടുകൂടി കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. എന്തുണ്ടായി? കംസൻ പല ദുസ്വപ്നങ്ങളും കാണാൻ തുടങ്ങിയെന്ന. എങ്ങനെ? തൻ്റെ ശരീരം തന്നെ കണ്ണാടിയിൽ 2ഉം 3ഒക്കെ ആയിട്ട് കാണാൻ തുടങ്ങി. ചില സമയത്ത് ശിരസ് കാണാനില്ല. ഇനി നോക്കണ സമയത്ത് സൂര്യനൊക്കെ 2 എണ്ണം വീതമുണ്ടോ എന്ന് തോന്നിപ്പോവുക. ഇങ്ങനെ പല പല ദുസ്വപ്നങ്ങളും കംസൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ കാണിച്ചു തരുന്നത്? നമ്മളോടൊക്കെ ഭാഗവതം പറയുന്നുണ്ട്, കർമ്മത്തിൽ നിന്ന് വിടൂ, കർമ്മത്തിൽ നിന്ന് വിടൂ എന്ന്. നമ്മളും കേട്ടു, നമ്മളും തീരുമാനിച്ചു, ഓ കർമ്മബന്ധം വേണ്ടാക്കിയാണ്, കർമ്മബന്ധം വേണ്ടാക്കിയാണ്, കർമ്മബന്ധം വേണ്ടാക്കിയാണ്. പറഞ്ഞിട്ട് എന്തായിന്നാ ആയത്തെ പിടുത്തം കൂടി. വിട്ടു പോരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ചില്ലറയൊന്നല്ല. എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു ആസക്തി അങ്ങോട്ട് വെടിയാൻ എളുപ്പമല്ല. ഇതാ കംസന് ഉണ്ടാകുന്ന ദുസ്വപ്നങ്ങളുടെ ദുരനുഭവങ്ങളുടെ ഉള്ളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് അതിന് സാധിക്കില്ല. കൂടുതൽ കൂടുതൽ അതിനോട് മല്ലിടേണ്ടി വരികയാണ് ചെയ്യുക. കംസനുണ്ടായ ബുദ്ധിമുട്ടതാ. പിന്നീട് ആ മല്ലരംഗത്തിലേക്ക് ചെന്നുകൊണ്ട് കംസനെ ഇല്ലാണ്ടയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ് ഭഗവാൻ. മല്ലരംഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തടസ്സമായിട്ടുണ്ടായിരുന്നത് കുവലയാപീഠം എന്ന ആനയാണ്. വഴി കൊടുത്തില്ല അത്രേ. എന്തേ വഴി കൊടുക്കാഞ്ഞത്? ഇതിനൊക്കെ ലളിതമായ ഭാവത്തിൽ പറഞ്ഞാൽ ഈശ്വരന് ഉള്ളിലേക്ക് കടക്കാൻ വഴി കൊടുക്കണില്ല എന്നാ. നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരാനുഭവം അത് വരാനുള്ള അവസരങ്ങൾ ധാരാളം എത്തിയിരുന്നാലും നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകള്, അഹങ്കാരം മുതലായവ ഇതങ്ങോട്ട് സ്വീകരിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. ഒരു സത്രവേദി ആയിരുന്നാലും, ഒരു സപ്താഹവേദി ആയിരുന്നാലും, ഒരു സത്സംഗവേദി ആയിരുന്നാലും ഉള്ളിൽ വന്നിരുന്ന ശ്രദ്ധയോടുകൂടി അത് കേൾക്കാനും ചിലവർക്ക് സാധിക്കുന്നുണ്ട്. ഉള്ളിൽ വന്നിരുന്ന ശ്രദ്ധയോടുകൂടി ഉറങ്ങാനും ചിലവർക്ക് സാധിക്കുന്നുണ്ട്. ഉള്ളിൽ വരാണ്ട് പുറത്തു കൂടെ പോവാനും ചിലർക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഏതിൻ്റെ ഭാഗങ്ങളാ? ഈശ്വര കാര്യങ്ങളെ, ഈശ്വരനെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കാൻ, ആ ഒരു ബോധത്തെ കൊണ്ടുവരാൻ സാധിക്കണില്ല. നമ്മുടെ ശത്രുക്കളാകുന്ന ഇന്ദ്രിയങ്ങളും മറ്റും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. കുവലയാപീഠം എന്ന ആനയോട് ഭഗവാൻ പറഞ്ഞു, മാർഗം നൗദേഹി അപക്രമമാചിരം, ഞങ്ങൾക്ക് വഴി തരണം എന്ന് കുറെ പറഞ്ഞു നോക്കി, ഇല്ലാന്നാ. ഈ സംസാരത്തിനോടുള്ള നമ്മുടെ ആസക്തി എത്രയായാലും വിട്ടുപോവില്ല. എങ്ങനെ വന്നാലും, എത്രത്തോളം നാമം ജപിക്കണമെന്നായാലും, കഥകൾ കേൾക്കണമെന്നായാലും, യോഗാഭ്യാസം ചെയ്യണം എന്നൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഇതൊക്കെ കുറച്ചു നേരത്തേക്ക് മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നു. ലൗകിക കാര്യങ്ങളിൽ, ഈ സംസാരത്തിൽ മുഴുകിപ്പോകണു നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ ആസക്തി വെടിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണില്ല. ഭഗവാൻ എന്ത് ചെയ്തു? കുവലയാപീഠത്തെ കുറെ വട്ടം ചുറ്റിച്ച് അവസാനം അതിനെ കൊന്നു. ഇപ്പോ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോ എന്തായി? ഇവിടെ പറയണു, ഭഗവാനെ ഓരോരുത്തർക്കും വിഭിന്ന ഭാവത്തിൽ കാണാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. നിരവധി മല്ലന്മാര് ആ മല്ലരംഗത്തുണ്ടായിരുന്നു. ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലകൻ എന്നിങ്ങനെ 5 പേരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരാ ഈ 5 പേര്? നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളാണ് ഈ 5 പേര്. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളും ബാക്കി മല്ലന്മാരെന്ന് പറഞ്ഞാൽ ബാക്കി കർമ്മേന്ദ്രിയങ്ങളും. ഈ ഇന്ദ്രിയങ്ങള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ശരിയാ, നമ്മുടെ കണ്ണായാലും നമ്മുടെ കാതായാലും അപ്പോഴും നമ്മളോട് മറ്റ് ചിലത് കാണാനും മറ്റ് ചിലത് കേൾക്കാനുമാണ് ആവശ്യപ്പെടുക. ഭഗവാനെ കുറിച്ചല്ല.
ഈ ഇന്ദ്രിയങ്ങൾക്ക്, ഈ മല്ലന്മാർക്ക് ഭഗവാനെ കണ്ടപ്പോൾ തോന്നിയത് തങ്ങളെ ഇല്ലാണ്ടിയാക്കാൻ വന്ന ഒരു ഇടിമിന്നലാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഭഗവാൻ ഈ പറഞ്ഞതുപോലെ കുവലയാപീഠത്തെ വധിക്കണത് കണ്ടപ്പോഴാണ് ചാണൂരനും മുഷ്ടികനൊക്കെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറയണത്, നിങ്ങൾ കുട്ടികളൊന്നും അല്ല, ഇതിലും വലിയ ശക്തിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്, യുദ്ധത്തിന് വരൂ എന്നാ മല്ലന്മാര് ആവശ്യപ്പെട്ടത്, ചാണൂരനും മുഷ്ടികൻ. അതനുസരിച്ച് ഭഗവാൻ വാക്കുകള് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനായിട്ട് ആരംഭിക്കണം. ഭഗവാനും ചാണൂരനും ബലരാമനും മുഷ്ടികനും തമ്മിലാണ് യുദ്ധം. ഇവിടെ ചാണൂരനും മുഷ്ടികനും എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണാണ്. ഒന്ന് കണ്ണും ഒന്ന് കാതും. ഇത് രണ്ടുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സംസാരത്തിൽ ബുദ്ധിമുട്ടിക്കുക. എത്ര കണ്ണടച്ചിരുന്നാലും കണ്ണ് തുറക്കും, ആവശ്യമില്ലാത്തതൊക്കെ കാണും. കാത് അടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് സകലതും കേൾക്കും. ഇത് രണ്ടും നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ കാതില്ലാത്തവരുടെ കാര്യം ആലോചിച്ചപ്പോൾ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് നന്നായി എന്ന്. കാരണം ഈശ്വരനെ കുറിച്ച് കേൾക്കാൻ പറ്റണില്ല, ശരിയാ, അതവർക്ക് വിഷമമുണ്ടാക്കണം. നാമം ജപിക്കണത് കേൾക്കാൻ സാധിക്കില്ല, അതൊക്കെ വിഷമമുണ്ടാക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി വേണ്ടാത്ത ശബ്ദവും കേൾക്കില്ല. നന്നായില്ലേ? കണ്ണ് കാണാത്തവരാണെങ്കിലോ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപങ്ങളെ കാണാൻ ഈ കണ്ണുകൊണ്ട് സാധിക്കണില്ല. കണ്ണില്ല, കാഴ്ചശക്തി ഇല്ല, ആവശ്യമില്ലാത്തതും കാണില്ലല്ലോ. ഈ രണ്ട് സാധനങ്ങളും നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനെ രണ്ടിനെയും ഭഗവാൻ ഇല്ലാണ്ടിയാക്കാൻ പുറപ്പെടുക. ഭഗവാൻ ചാണൂരനോട് എന്ന് പറയുമ്പോൾ ചാണൂരൻ എന്ന കേൾവി ശക്തി, കേൾക്കുന്നത് മുഴുവൻ ഭഗവാന്റെ നാമങ്ങളും കഥകളുമായിട്ട് മാറണം. ഇത് സാധിക്കുമോ? പറ്റായൊന്നുമില്ല. ഇന്നിപ്പോ സകല മാധ്യമങ്ങളിലൂടെയും ഈശ്വര കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആർക്കും എപ്പോഴും എവിടെ ഇരുന്നും കേൾക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അതിലൂടെ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. കേൾക്കുന്നത് മുഴുവൻ ഭഗവാന്റെ കഥകളാവാൻ സാധിച്ചാൽ ശൃണോതി തൽ പുണ്യകഥാസ കർണ എന്ന് ഭാഗവതത്തിൽ ഇനി പറയുന്നു. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ടെങ്കിലേ അതിനെ കർണമെന്ന്, കാത് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലാത്തതൊന്നും കാതല്ല. ചാണൂരനെ നേരിട്ടതിലൂടെ ഭഗവാൻ കാണിച്ചു തരണത് കേൾക്കുന്നത് മുഴുവൻ എന്നെ കുറിച്ച് ആക്കിക്കോളൂന്ന. അപ്പോഴാണ് ബലരാമൻ മുഷ്ടികനോട് യുദ്ധം ചെയ്യണത്. ആരാ ബലരാമൻ? ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ട് ഇല്ലേ? സംഘർഷണമൂർത്തി, അഹങ്കാരത്തിന്റെ ദേവതയാ. ഈ അഹങ്കാരം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഞാൻ എന്ന ഭാവം, നമ്മൾ സാധാരണ പറയുന്നത് പോലെ. ഏത്? ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടില് ഇന്ന ആളുടെ മകനാണ് എന്നുള്ള രീതിയിൽ ഈശ്വരനിൽ നിന്നും ഭിന്നനാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന അഹങ്കാരം. ഇത് നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ളതാ. മറ്റൊന്ന്, താൻ ഇതല്ല, താൻ ഈശ്വരനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാരം. ഇതാണ് ബലരാമനിലൂടെ കാണിച്ചു തരുന്നത്. ബലരാമൻ ആ ഭാവത്തിലാ. അദ്ദേഹം മുഷ്ടികനെ നേരിട്ടപ്പോ കാണുന്നത് മുഴുവൻ താൻ ഈശ്വരന്റെ ഭാവമാണ് എന്ന ഭാവത്തിൽ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിനോടുള്ള ബന്ധം കാര്യമായിട്ടുണ്ടാവില്ല. കാണുന്നതൊന്നും നമ്മളെ പ്രശ്നത്തിലേക്ക് നയിക്കൂല. കേൾക്കുന്നത് മുഴുവൻ ഭഗവാന്റെ കാര്യങ്ങളാണ്, കാണുന്നതും ഒട്ടും ബന്ധമില്ലാത്ത രീതിയിലാണ്. കാണുന്നതിൽ നിന്നും നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. ഈ രണ്ട് ഇന്ദ്രിയങ്ങളെയും ജയിക്കുന്നതോടുകൂടി വലിയ ബുദ്ധിമുട്ടില്ലാതെ കൂടനെയും ശലനെയും തോശലകനെയും വധിക്കാൻ സാധിക്കണം. മറ്റിന്ദ്രിയങ്ങളും പോയി. ബാക്കിയുള്ള കർമ്മേന്ദ്രിയങ്ങള് അതിന്റെ പാട് നോക്കി ഓടിപ്പോയി. ശേഷാ പ്രതിദ്രുവർമല്ലാഹ, ഓടിപ്പോയി. ഈ ഇന്ദ്രിയങ്ങളെല്ലാം പോയതോടുകൂടി കംസനാകുന്ന കർമ്മം പിന്നെ ഒന്നും അല്ലാണ്ടേ. ഇതിനെയെല്ലാം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവണോ? കർമ്മം നമ്മൾ അറിയാതെ തന്നെ ക്ഷയിച്ചു പോണതായിട്ട് കാണാം. എല്ലാ ഇന്ദ്രിയങ്ങളെയും നശിപ്പിച്ചു കഴിഞ്ഞപ്പോ, എല്ലാ മല്ലന്മാരെയും നശിപ്പിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ കംസന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചാടി ചെന്നു. അവിടെ ചെന്നിട്ട് കംസനെ താഴത്തേക്ക് തട്ടിയിട്ടു. രണ്ടടി അടിക്കേ അല്ലെങ്കിൽ ഒന്ന് ചവിട്ടേ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കംസനെ അവിടുന്ന് താഴത്തേക്ക് തള്ളിയിട്ടിട്ട്
ആ കംസന്റെ മുകളിലേക്ക് നെഞ്ചത്തേക്ക് ഭഗവാൻ ചാടി വന്നിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതോടുകൂടി ആ ഭഗവാനെ കണ്ടുകൊണ്ട് കംസന് മോക്ഷം സിദ്ധിച്ചു എന്ന് പറയുന്നു. കർമ്മത്തെ വളർത്തുന്നതായ മറ്റുള്ളവരെ എല്ലാം ആദ്യം അങ്ങട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിനെ ജയിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒട്ടും പ്രശ്നം വരില്ല എന്ന് നമുക്ക് ഇതിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. കംസവധം ഭഗവാൻ വേണ്ട രീതിയിൽ നടപ്പിലാക്കി. ഇപ്പൊ എന്തുണ്ടായി? ഈശ്വരിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കർമ്മദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു. മധുരയിലെ ഭഗവാന്റെ സാന്നിധ്യം അതെത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഉഗ്രസേനനെ ഭഗവാൻ രാജാവാക്കി വാഴിച്ചു. എന്നിട്ട് പറഞ്ഞു, മയി ഭൃത്യ ഉപാസീനേ ഭവതോ വിബുധാദയ ബലിം ഹരന്തി അവനതാഃ കിമുതാന്യേ നരാധിപാഹ. ഞാൻ അങ്ങയുടെ ഭൃത്യനായിട്ട് ഇവിടെയുണ്ട്, അങ്ങ് ഇവിടെ ഭരിച്ചോളൂ, എല്ലാവരും അങ്ങയെ വന്ദിക്കും എന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് ബലി നൽകും, അങ്ങയുടെ കീഴിലാവും എല്ലാവരും എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ? നമ്മള് ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം നോക്കാൻ ഭഗവാനാണ്. അങ്ങനെ ഒരു ജീവിതമായി കഴിഞ്ഞാൽ സകല കർമ്മങ്ങളും ഒടുങ്ങി പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു ഭാവമായി കഴിഞ്ഞാൽ അവിടെ ഭഗവാനാണ് പിന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടു നടത്താൻ. മധുരയില് വേണ്ട രീതിയിൽ നമ്മളെ പോലെ നമ്മളെ ഈ ശരീരത്തിന്റെ രാജാവായിട്ട് ഇരുത്തിയിട്ട് ഭഗവാൻ പറയണു, ഞാൻ ഭൃത്യനായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നടക്കും എന്ന് പറയുന്നു. ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടോ പിന്നെ കർമ്മങ്ങളെല്ലാം ഒടുങ്ങിയിരിക്കുന്ന നമുക്ക് വേണ്ടതെല്ലാം നടത്തിത്തരുന്നതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഭഗവാനാണ്. അതിനുശേഷം ഭഗവാൻ വിദ്യാഭ്യാസത്തിനായിട്ട് പോയതൊക്കെ കാണിച്ചു തരുന്നു. ഏത് തരത്തിലാ? കർമ്മം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഭഗവാനെ അറിയാനുള്ള ആത്മജ്ഞാനത്തിനുള്ള അനുഷ്ഠാനങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ കർമ്മം ഒടുങ്ങിക്കഴിഞ്ഞാലോ ഇതെല്ലാം സുഖമായിട്ട് സാധിക്കും. ഭഗവാൻ ഇതാ വിദ്യാഭ്യാസത്തിനായിട്ട് പോകണു, വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം എല്ലാം കഴിച്ചിട്ട് മധുരയിലേക്ക് തിരിച്ചു വരുന്നു. ഇതെന്തായി? കൂടുതൽ കൂടുതലായിക്കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും ഭഗവാനെ. അങ്ങനെയുള്ള മധുരയെ സൂചിപ്പിക്കണു നമ്മുടെ മുന്നിൽ. അവിടെയാണ് ശ്രേഷ്ഠനായ ഒരാളെ നമുക്ക് കാണിച്ചു തന്നത്, ഉദ്ധവൻ. ഉദ്ധവനെ ഭാഗവതത്തില് കൃഷ്ണാവതാര കഥകള് വർണ്ണിച്ചു വരുമ്പോൾ കാണാം, കംസൻ പോയതിന് ശേഷമാണ് ഉദ്ധവൻ വരുന്നത്. അക്രൂരൻ മുതലായവർക്ക് കംസനിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ ഉദ്ധവനെ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഉദ്ധവൻ ഭഗവാന്റെ സഖാവായി മധുരയിലെ മന്ത്രിയായി കഴിയണു. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിതസഖ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. എത്ര വിശേഷണങ്ങളാ കൊടുത്തത്! വൃഷ്ണികളിൽ വെച്ച് ഉദ്ധവൻ ശ്രേഷ്ഠനാണ്, മന്ത്രിയാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉറ്റ സുഹൃത്താണ്, പ്രിയപ്പെട്ടവനാണ്, ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, ബുദ്ധിസത്തമനാണ്. എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഇപ്പോൾ അറിവ് നല്ലോണമുണ്ട്, ഭഗവാന്റെ കൂട്ടുകാരനുമാണ്, എല്ലാമാണ്. ഭക്തിയുടെ ഉന്നത ഭാവ. പല പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്നാലും ഉദ്ധവനെ ഭഗവാൻ ദാ വൃന്ദാവനത്തിലേക്ക് അയക്കാൻ പുറപ്പെടുന്നു. എന്തിനു വേണ്ടിയാ? പരമപ്രേമം നിറഞ്ഞു നിൽക്കുന്ന വൃന്ദാവനത്തിലേക്ക് ഉദ്ധവനെ എന്തിനെ ഭഗവാൻ പറഞ്ഞയച്ചത്? താൻ മധുരാ നിവാസി ആയതുകൊണ്ടും കൃഷ്ണനെ കാണാൻ സാധിക്കുന്നത് കൊണ്ടും ഉദ്ധവന് കൃഷ്ണപ്രേമം ഉണ്ടാവും. അങ്ങനെ ഭക്തിയുടെ ഉന്നത തലത്തിലേക്ക് എത്തുന്ന ഉദ്ധവന്, ഒരു ഭക്തന് ഒരു പക്ഷേ ഞാൻ ഭക്തനാണ് എന്നൊരു ഭാവം ഉണ്ടായി എന്ന് വരാം. എന്നെ പോലെ വേറെ ഭക്തന്മാരില്ല എന്നൊരു തോന്നൽ വന്നു എന്ന് വരാം. സ്വാഭാവികമാണ്. അങ്ങനൊരു തോന്നൽ വരാൻ ഭഗവാൻ സമ്മതിക്കില്ല. ഉദ്ധവൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ട് എന്നല്ല പറഞ്ഞത്. ശ്രേഷ്ഠ ഭക്തനായ ഉദ്ധവന് അങ്ങനൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. അതിനെ എല്ലാ തരത്തിലും ഭഗവാൻ അത് വരാനുള്ള സാധ്യതകളെ മുഴുവൻ ഇല്ലാണ്ടാക്കും. ഒന്ന്.
അതിനാണ് വൃന്ദാവനത്തിലേക്ക് അയക്കുന്നത്. വൃന്ദാവനത്തിലേക്ക് ചെല്ലുന്ന ഉദ്ധവൻ കാണുന്നത്, ഭഗവാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി സർവവും ഉപേക്ഷിച്ചവരാണ് വൃന്ദാവനവാസികൾ. എന്നെ കാണാണ്ട് വിരഹദുഃഖം അനുഭവിക്കണു, അവരെ സാന്ത്വനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ധവനെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇവിടെ വരുന്ന ഉദ്ധവൻ കാണുന്നത് എന്താ? നന്ദഗോപര് യശോദയും വേണ്ട വൃന്ദാവനം മുഴുവൻ ആദ്യം കാണുന്നത് ഒരു ഉത്സവ ലഹരിയിലാണ്. എന്നും അങ്ങനെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. നന്ദഗോപരെ ചെന്ന് കണ്ടപ്പോ വാസുദേവധിയ അർച്ചയൽ, ഉദ്ധവനെയും തങ്ങളുടെ കൃഷ്ണനെ പോലെ നന്ദഗോപരെ സ്വീകരിച്ചിരുത്തി ആ നിലയ്ക്ക് പൂജിച്ചു. കൃഷ്ണന്റെ അവസ്ഥകളെ പറ്റിയെല്ലാം ചോദിക്കണു, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണു. കൃഷ്ണൻ ആടിയിട്ടുള്ളതായ പല ലീലകളെയും അനുസ്മരിക്കണു. ഇതൊക്കെ കാണുമ്പോ ഞങ്ങളുടെ മനസ്സ് ആ കൃഷ്ണനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഉദ്ധവ, ഞങ്ങളുടെ പിടിവെട്ട് മനസ്സ് കൃഷ്ണന്റെ അടുത്തേക്ക് പോവുകയാണ്. എപ്പോഴെങ്കിലും കൃഷ്ണൻ ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് കാണാനായിട്ട് തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കണ നന്ദഗോപര്. യശോദയാണെങ്കിലും കൃഷ്ണനെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും കണ്ണുനീര് പൊഴിക്കണു. ഇന്ന് വരും കൃഷ്ണൻ എന്ന് വിചാരിച്ച് ഇലയെടുത്ത് വെക്കാനുണ്ട് ഊണ് വിളമ്പാനൊക്കെ. ഈ ഒരു ഭക്തിഭാവം കണ്ടപ്പോ ഉദ്ധവൻ പറയണു, കൃഷ്ണൻ ഇപ്പൊ അടുത്തില്ല, കൃഷ്ണൻ മധുരയില. എന്നിരുന്നിട്ടും ഇവർക്കുണ്ടാവുന്ന ഒരു ഭക്തിയുടെ തലമുണ്ട്. സർവവും കൃഷ്ണമയമായിട്ട് കാണുന്ന ഒരു ഭാവം. ഇതല്ലേ എത്തിച്ചേരേണ്ടത് എന്ന് ഉദ്ധവന് തോന്നുകയാണ്. എന്നും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവിടെ സ്വാഭാവികമായിട്ടും പ്രേമഭാവം ഉണ്ടാവാം. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവാൻ മധുരയിലിരിക്കുമ്പോ വൃന്ദാവനത്തിൽ അപ്പോഴും കൃഷ്ണമയാണ്. ഇത് സാധിക്കണ്ടേ? ഉദ്ധവൻ അപ്പോ നന്ദഗോപരോടും യശോദയോടായിട്ട് പറയണു, കിം വാവശിഷ്ടം യുവയോ സുകൃത്യം, നിങ്ങൾക്ക് ഇതിൽ പരം എത്തിച്ചേരേണ്ടതാകുന്ന ഒരവസ്ഥ വേറെ എന്താ ഉള്ളത്? ആ ഭഗവാനില്, സാക്ഷാത് നാരായണനില്, പരബ്രഹ്മമൂർത്തിയില് ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാവത്തെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായ ഒരു അവസ്ഥ വേറെ എന്താ ഉള്ളത്? ഇതേ ഉദ്ധവൻ അവിടെ നിന്ന് പോന്ന് പിന്നീട് പിറ്റേ ദിവസം ഇതാ ഗോപസ്ത്രീകളെ കാണുമ്പോ അവരും ഭഗവാനെ പോലെ തന്നെ കണ്ടിട്ടാണ് ഉദ്ധവനെ സ്വീകരിച്ചിട്ടുള്ളത്. ഉദ്ധവനെ പിടിച്ചിരുത്തി. ഗോപസ്ത്രീകൾ കുറച്ചും കൂടി ഒരു ഉയർന്ന തലത്തിലാണ്. അവരുടെ വാക്കുകള് ഉദ്ധവനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കുക. ഫലങ്ങളൊന്നുമില്ലാത്ത വൃക്ഷങ്ങളെ പക്ഷികൾ ആശ്രയിക്കാറില്ല. എല്ലാം കൊത്തി തിന്ന് ഒന്നും ഇല്ലാണ്ടി ആയി കഴിഞ്ഞാൽ പക്ഷികള് അവരുടെ പാട്ടിന് പോകും. ദക്ഷിണ തന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്ത ആൾക്കാരെ ഋത്വിക്കുകൾ നോക്കാറില്ല, അവരെ വിട്ടിട്ട് പോകും. ഇതുപോലെ ആവശ്യം കഴിഞ്ഞപ്പോ വിട്ടിട്ട് പോയി. അവരുടെ നാഥയാകുന്ന കൃഷ്ണന്റെ ഏറ്റവും വലിയ ആരാധികരുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. തന്റെ മുന്നിലേക്ക് പാറി വന്നതായ ഒരു വണ്ടിനെ കൃഷ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വണ്ടിനോടെന്ന പോലെ ഉദ്ധവന് തന്നോടെന്ന് തോന്നുന്ന രീതിയിൽ വാക്കുകൾ, എന്നെ സ്പർശിക്കണ്ട, നീ പോ, ആ മധുരയിലെ സ്ത്രീകളുടെ കൂടെ അല്ലേ നിന്റെ വാസം, അതും കൊണ്ടിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട. കൃഷ്ണനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട, പകരം കൃഷ്ണനെ ആഗ്രഹിക്കുന്ന മറ്റു പലവരുമുണ്ട്, അവരുടെ കൂടെ പൊക്കോളൂ, അവരുടെ അടുത്തേക്ക് പോയാ മതി എന്നൊക്കെ പറയുന്ന ഒരു ഭാവം. അല്ലെങ്കിലും കർത്തവർഗക്കാരൊന്നും ശരിയല്ല, കുറെ തരത്തില് കൃഷ്ണനെ ചീത്ത പറയണത് പോലെ തോന്നിച്ച് അവസാനം പെട്ടെന്ന് ഭാവം മാറിയിട്ട് ചോദിക്കണു, അല്ലയോ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അങ്ങ് പറഞ്ഞു തന്നാലും മധുരയിൽ ഭഗവാൻ സുഖമായിട്ട് കഴിയുന്നില്ലേ, ഞങ്ങളെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോ ഉദ്ധവന് ബോധ്യാവണുണ്ട് തന്നേക്കാൾ ഉയർന്ന ഭക്തി. പറഞ്ഞു, ഇങ്ങനെ ഒരു ഭക്തി കിട്ടിയത് ഭാഗ്യം.
എല്ലാത്തിനെയും വിട്ടിട്ട് ഹിത്വാവൃണീത യൂയം യൽ കൃഷ്ണാഖ്യം പുരുഷം പരം, പരമപുരുഷനായ ഭഗവാനെ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ സാധിച്ചുല്ലോ. ഭഗവാൻ തന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം ഉദ്ധവൻ ഗോപസ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ഉദ്ധവനും സ്വയം അത് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവശ്യവർത്തത്തെ സ്ത്രീണാം ച ന തഥാ ചേതസ്സന്നികൃഷ്ടേ യക്ഷിഗോചരേ. പ്രേമത്തിന്റെ ആധിക്യം എവിടെയാ വരിക? വിരഹത്തിലാ. തമാശയായിട്ട് പറയും, എന്നും ഭർത്താവ് അടുത്തുണ്ടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു വില കുറയൂത്രേ. പിന്നെ എങ്ങനെ വേണമെന്നാണ്? ഗൾഫിലൊറ്റ പോയി ജോലി ചെയ്തിട്ട് കൊല്ലത്തിൽ ഒരിക്കലൊറ്റ വരിക. അങ്ങനെയാണെങ്കിലോ കുറച്ച് നല്ലോണം അടുപ്പുണ്ടാവും. ഏത് കാര്യം അങ്ങനെയാ. അടുത്താണെങ്കിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൂരെയാണെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടാവും. നമ്മുടെ ബന്ധുക്കളും അങ്ങനെയാ. ബന്ധുക്കളുടെ കാര്യം ചിന്തിച്ചാൽ മതി. എന്നും നമ്മുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കളെക്കാൾ കൂടുതൽ നമുക്ക് വിലപ്പെട്ടവരെ എന്തെങ്കിലും ഒരിക്കൽ കാണാൻ സാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയാണ്. ഈ ഒരു ഭാവമാണ് ഭഗവാൻ ഗോപസ്ത്രീകൾക്ക് കൊടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു വിരഹത്തിലും എന്റെ ചിന്ത വർദ്ധിച്ച് വർദ്ധിച്ചു വരികയുള്ളൂ. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് സാധിച്ചാൽ മതി എന്ന് ഗോപസ്ത്രീകള് അല്ലെങ്കിൽ ഗോപസ്ത്രീകളോട് ഭഗവാൻ ഉദ്ധവനിലൂടെ സന്ദേശം നൽകണു. ഉദ്ധവനും ഇത് കാണിച്ചു കൊടുത്തു. ഗോപസ്ത്രീകളിൽ നിന്ന് ഉദ്ധവൻ മനസ്സിലാക്കിയത് എന്താ? തന്നെ പോലെ ഒരു നല്ല സ്ഥാനത്തെത്തിയതിന്റെ പേരിൽ കൃഷ്ണനോടൊരു ഭക്തി, അങ്ങനെയൊന്നുമല്ല. സർവകർമ്മങ്ങളും ഒന്നും അറിയാത്തവരാണെങ്കിലും ഇവര് ഭഗവാനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്താൻ അവർക്ക് ഓരോരുത്തർക്കും സാധിച്ചിരിക്കുന്നു. ആ ഗോപസ്ത്രീകളെ നമസ്കരിക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് തോന്നിയിട്ടാണ് ഓരോ ഗോപിയുടെയും പാദാരവിന്ദങ്ങളെ നമസ്കരിക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് തോന്നിയിട്ടാണ് ആ പാദധൂളികളെ ഉദ്ധവൻ നമസ്കരിച്ചത്. അങ്ങനെ ഉദ്ധവൻ തിരിച്ച് മധുരയിലേക്ക് എത്തിയപ്പോ എന്തായി? ഭഗവാൻ ഉദ്ദേശിച്ചത് നടന്നിട്ടുണ്ട്. ഗോപസ്ത്രീകളോട് ഭഗവാനെ അറിയുന്നവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഈ വിരഹം ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് വരില്ല എന്ന്. അതേസമയം ഉദ്ധവന് ഇനി താനാണ് നല്ലൊരു ഭക്തൻ, തന്നേക്കാൾ വലിയ ഭക്തൻ ഉണ്ടാവില്ല എന്നൊരു ചിന്തയും ഇനി ബുദ്ധിമുട്ടിക്കില്ല. ഉണ്ടായിരുന്നു എന്നല്ല, അത് ഉണ്ടാവാനുള്ളൊരു അവസരം കൂടി ഭഗവാൻ ഇല്ലാണ്ടിയാക്കി ഉദ്ധവനെ ശ്രേഷ്ഠനാക്കി. ആ ഉദ്ധവനെയും കൊണ്ടിട്ടാണ് ഒരു ചെറിയ അധ്യായത്തിലൂടെ 2 ലീലകൾക്കായിട്ട് ഭഗവാൻ പുറപ്പെടുന്നത്. ആദ്യം സൈരന്ധിയുടെ അടുത്തേക്കാ പോവുക. തന്റെ ഗൃഹത്തിലേക്ക് വരണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ സൈരന്ധിയുടെ അടുത്തേക്ക് ഭഗവാൻ ഉദ്ധവനെയും കൂട്ടി കൊണ്ടുചെന്നു. സൈരന്ധ്രി എന്ത് ചെയ്തു? ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി. ഉദ്ധവനെയും മാനിച്ചിട്ടുണ്ട്. ഭഗവാനോട് കൂടി ഭഗവാൻ തന്നെ ഇച്ഛിച്ചതനുസരിച്ച് അവളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചതാ. അവളോട് കൂടി രമിച്ചു എന്ന് പറയുന്നു. രമിച്ചു കഴിഞ്ഞ് പോകുമ്പോഴും സൈരന്ധ്രി ഭഗവാനോട് പറഞ്ഞത്, ആഹോഷ്യതാമിഹ പ്രേഷ്ഠ ദിനാനി കതിചിന്മയ രമസ്വ നോത്സഹേ ത്യക്തും സംഗം തെമ്പുരുഹേക്ഷണ. ഇനിയും എന്റെ കൂടെ കഴിഞ്ഞാലും എനിക്ക് അങ്ങയെ വിടാൻ സാധിക്കണില്ല എന്നാ പറയുമ്പോ ഒരു കാമഭാവത്തിലാണ്. ശരിയാ, പക്ഷെ എന്നാലും അത് ഭക്തി തന്നെയാ. കാരണം സൈരന്ധ്രി ആവശ്യപ്പെട്ടത്, പ്രാർത്ഥിച്ചത് ഭഗവാനെ കൂടെ ഉണ്ടാവണം എന്നാണ്. മറ്റെല്ലാം മറന്നിട്ട് ഭഗവത് സ്മരണ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയാ. ഭക്തി തന്നെയാ. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യത്തിനായത് കൊണ്ട് അതൊരു താമസ ഭക്തി എന്നുള്ള നിലയ്ക്ക് നിൽക്കണം. ദോഷമായി തീരില്ല. എന്നാൽ ഒരു കണക്കിന് ഇത് പോരാ. അതിനാ ഉദ്ധവനെ കൊണ്ടുപോയത്. ഇതുപോലത്തെ സാത്വിക ഭക്തി വേണമെന്ന് കാണിച്ചു കൊടുക്കാൻ. ഉദ്ധവൻ ഇങ്ങനെയല്ല, സർവവും ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് കഴിക്കുന്ന ഒരാള്. ഇതേ ഉദ്ധവനെയും കൊണ്ട് ബലരാമസ്വാമിയെയും കൂട്ടി ഭഗവാൻ അക്രൂരന്റെ അടുത്തേക്ക് പോരുന്നു. തുടക്കം പെടുന്നായിരുന്നു. ഈ അക്രൂരൻ വന്നിട്ടാ ഭഗവാൻ അക്രൂരന്റെ കൂടെ മധുരയിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് വൈകുണ്ഠ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് തന്റെ ഗൃഹത്തിലേക്ക് വരാൻ പറഞ്ഞു. ഭഗവാൻ പോയില്ല. കംസനെ ഇല്ലാണ്ടിയാക്കിയതിന് ശേഷം വരാമെന്ന് പറഞ്ഞു. ഇപ്പൊ ചെല്ലണുണ്ട് അക്രൂരന്റെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പോ മാറ്റമുണ്ട്. നേരത്തെ സ്തുതിച്ചതുപോലെ അല്ല അക്രൂരൻ ഇപ്പൊ ഭഗവാനെ സ്തുതിക്കണത്. വേണ്ട രീതിയിൽ ഭഗവാനെ പൂജിച്ചിട്ട് ഭഗവാനെ
യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരാളുടെ ഭാവത്തിലാണ് സ്തുതിച്ചിട്ടുള്ളത്. സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാൻ. മായയെ സ്വീകരിച്ച് സൃജസി ലുംബസി പാസി വിശ്വം, സൃഷ്ടിക്കണു, പരിപാലനം ചെയ്യണു, സംഹരിക്കണു ഗുണങ്ങളെ കൊണ്ട്. എന്നിട്ട് സൃഷ്ടിച്ചതിൽ തന്നെ പ്രവേശിച്ച് അതിനെ പരിപാലിക്കണു, ഒടുവിൽ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കണു എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ സ്തുതിച്ചിട്ട് അവസാനം അക്രൂരൻ പറഞ്ഞു, അങ്ങയെ കാണാൻ സാധിച്ചത് ഭാഗ്യമാണ്. ചിന്തി ആശുന സുതകളത്രധന ആപ്ത ഗേഹ ദേഹാദിമോഹരശനാം ഭവതീയമായാം. അവസാനത്തെ പ്രാർത്ഥന ഇതാണ്, ഭഗവാനെ, ഞങ്ങളുടെ ഉള്ളില് ഇപ്പൊ ഒരു കെട്ടുണ്ട്. എന്ത് കെട്ടാ? സുതകളത്രധന ആപ്ത ഗേഹ ദേഹാദിമോഹരശനാം. പുത്രന്മാര്, അതുപോലെ ഭർത്താവ്, ഭാര്യ, ധനം, വീട്, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാൻ കാരണം നമ്മുടെ ശരീരം. ഇതെല്ലാം വേണമെന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിലുണ്ട്. ശരീരസുഖത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു. ശരീരമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നു. ഇത് തോന്നുന്നത് ഭഗവാന്റെ മായ കൊണ്ടാണ്. ഈ ഒരു കെട്ടിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ് അക്രൂരന്റെ പ്രാർത്ഥന. ഈ ഒരു കെട്ട് ഇല്ലാണ്ടാക്കി തരണേ എന്നാണ് അക്രൂരന്റെ പ്രാർത്ഥന. എന്താ ഈ കെട്ട്? ഭഗവാന്റെ മായ. ചിന്ധ്യാസുന സുതകളത്രധനാപ്തഗേഹദേഹാദിമോഹരശനാം ഭവതീയമായാം. അങ്ങയുടെ തന്നെ മായയാകുന്ന ഈ കെട്ടിനെ അങ്ങ് ഇല്ലാണ്ടാക്കിക്കൊള്ളൂന്ന. നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ ഈശ്വരനാണ് എന്നുള്ളത്. നമ്മൾ ഈശ്വരാംശമാണ് എന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഒരു മായ അങ്ങോട്ട് വന്നപ്പോ പോയി. അപ്പൊ എന്ത് ചെയ്യാ? അക്രൂരനും ഉയർന്നു വന്നു, കർമ്മങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടായി. ഭഗവാനോട് പ്രാർത്ഥിച്ചത്, അങ്ങ് തന്നെയാണ്, അങ്ങയുടെ അംശം തന്നെയാണെന്ന് ഞാൻ എന്നൊരു അറിവ് എൻ്റെ ഉള്ളിലുണ്ട്. അതിനെ മറയ്ക്കുന്നതായ മായയെ ഒന്ന് മാറ്റി തന്നാൽ മതി എന്നേ ഉള്ളൂ. ഈ ഒരു ഭാവം അത് അക്രൂരിലൂടെ കാണിച്ചു തന്നു. അക്രൂരിന്റെ അടുത്തേക്കും ഉദ്ധവനെയാ കൊണ്ടുപോയിട്ടുള്ളത്. താമസഭക്തിയായിരുന്നു സൈരന്ധ്രിക്ക് എങ്കിൽ അക്രൂരന് ആദ്യം തൊട്ടേ നമുക്ക് കാണിച്ചു തന്നത് രാജസഭക്തിയായിരുന്നു. ഈ രണ്ടുപേരുടെ അടുത്തേക്കും കൊണ്ടുപോയിട്ട് ഉദ്ധവനെ കാണിച്ചു തന്നത് ഇതുപോലത്തെ സാത്വിക ഭക്തിയിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ടാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ അക്രൂരനെ ഭഗവാൻ ഹസ്തിനാപുരിയിലേക്ക് അയച്ചു. ഇങ്ങനെ നേരെയാക്കിയിട്ടുള്ള അക്രൂരനെയാണ് ഹസ്തിനാപുരിയിലേക്ക് അയച്ചത്. അവരെ സാന്ത്വനിപ്പിക്കാനും ധൃതരാഷ്ട്രരെ വേണ്ട രീതിയിൽ ഉപദേശിക്കാനും എന്നുള്ള ഭാവത്തില്. അവിടെ ചെന്നപ്പോ അധർമ്മത്തിൽ നിന്ന് പിന്തിരിയൂ, ഏവരെയും സമമായിട്ട് കാണൂ എന്ന അക്രൂരൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞപ്പോ ധൃതരാഷ്ട്രർ പറഞ്ഞത്, വേണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, എന്നാലും പറ്റണില്ല, സാരില്ല, ഭഗവാൻ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ലേ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണത്, അദ്ദേഹം തന്നെ നേരെയാക്കിക്കോളൂന്ന് പറഞ്ഞ് തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ ഭഗവാൻ അങ്ങോട്ട് നമസ്കരിച്ചു ധൃതരാഷ്ട്രര്. ഭഗവാൻ കാണിച്ചു തരികയാണ്, ഒരൊറ്റ നിമിഷം പെട്ടെന്ന് ഭാഗവതൊക്കെ കേട്ടു. നമ്മൾ ശരീരമല്ല, ആത്മാവാണ്, ഈ കാണുന്നതിലൊന്നും സത്യമില്ല എന്നങ്ങോട്ട് തീരുമാനിച്ച് അപ്പം അങ്ങോട്ട് ഇറങ്ങി സന്യസിക്കാൻ. അല്ലെങ്കിൽ അപ്പ വിട്ടു സകല ബന്ധങ്ങളും. വൈരാഗ്യം വരിക. ആ വൈരാഗ്യം നമ്മളെ ചിലപ്പോ നേരെയാക്കിയെന്ന് വരില്ല. ശ്മശാന വൈരാഗ്യം എന്നൊക്കെ പറയുന്ന ഒരു ഭാവമൊക്കെ ഉണ്ട്. അതല്ല, ക്രമേണ ഉറച്ചു നിന്നുകൊണ്ട് ആസക്തി ക്രമേണ വെടിഞ്ഞുകൊണ്ടുള്ള വൈരാഗ്യമാണ് സിദ്ധിക്കേണ്ടത്. അത് എത്തിക്കോളും. എപ്പോഴാണോ പരമപ്രേമം ഉണ്ടാവണത് അതേ അവസ്ഥയിൽ മറ്റുള്ളതിൽ നിന്ന് വിരക്തിയും നമുക്കുണ്ടാവും. അതേ അവസ്ഥയിൽ തന്നെ താൻ ആരാണെന്നുള്ള ബോധവും നമുക്കുണ്ടാവും. സംശയമില്ല. പരമമായ ഭക്തി തന്നെയാണ് പരമമായ വൈരാഗ്യവും. അത് തന്നെയാണ് പരമജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്നതും. ഇതെല്ലാം ശരിക്കു പറഞ്ഞാൽ ഒരേ അവസ്ഥ തന്നെ. ദശമസ്കന്ധത്തിന്റെ പൂർവാർദ്ധം അതോടുകൂടി അവസാനിച്ചു.
ഉത്തരാർദ്ധം തുടങ്ങി. ഈ കംസനും ബലം കൊടുത്തിരുന്നത് ആരാണെന്നുള്ളത് നമ്മൾ അവിടെയാ കാണുന്നത്. അസ്ഥിപ്രാപ്തി എന്ന കംസന്റെ പത്നിമാര് അവരുടെ അച്ഛനായ ജരാസന്ധന്റെ അടുത്തേക്ക് ചെന്ന് അഭയം പ്രാപിച്ചു. ഈ ജരാസന്ധൻ പല ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങള് പ്രാരബ്ധം എന്ന് വിളിക്കുന്നത് അതാ. ഈ ജരാസന്ധന്റെ സഹായത്തോടു കൂടിയാണ് കംസൻ നിലകൊണ്ടുവരുന്നത്. അസ്ഥിപ്രാപ്തി എന്ന കംസന്റെ പത്നിമാരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉണ്ടെന്ന ബോധവും ഉണ്ടെന്ന് തോന്നുന്നതിനെ പ്രാപിക്കാനുള്ള മോഹവും അസ്ഥിയും പ്രാപ്തിയും, ഇത് രണ്ടും കൊണ്ടാണ് കർമ്മം ഇങ്ങനെ നിലനിന്ന് പോണത്. പക്ഷെ കർമ്മം വിട്ടപ്പോ ഇവർ രണ്ടുപേരും വീണ്ടും ജരാസന്ധന്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞത് പ്രാരബ്ധമനുസരിച്ച് ഇനി വീണ്ടും ഒരു ഭാവം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ജരാസന്ധൻ ഭഗവാനോട് യുദ്ധത്തിന് വന്നു എത്രയോ പ്രാവശ്യം. എന്തുണ്ടായി? ഇനി എത്രത്തോളം മധുരയെ ആക്രമിച്ചിട്ടും കാര്യമില്ല. പ്രാരബ്ധത്തിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പ്രശ്നമില്ല. തത്തേനുകമ്പാംസു സമീക്ഷമാണോ ഭുഞ്ചാന ഏവ ആത്മകൃതം വിപാകം ഹൃദ്വാഗ് വപുർഭിർവിദധൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദായ ഭാക് എന്ന് ബ്രഹ്മസ്തുതിയിൽ കാണാം. പറയണത് എന്താ? ഭുഞ്ചാന ഏവ ആത്മകൃതം വിപാകം, പ്രാരബ്ധാനുസാരേണ വരുന്നതായ ഫലങ്ങളെ മുഴുവൻ ഇത് അനുഭവിക്കാനുള്ളതാണ് എന്നുള്ള ഭാവത്തില് സുഖമോ ദുഃഖമോ എന്ന ഭേദഭാവം ഇല്ലാണ്ട് അനുഭവിച്ചു തീർത്തുകൊണ്ട് അതേസമയം ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് വാക്കുകൊണ്ട് ഭഗവൻ നാമങ്ങൾ ഉച്ചരിച്ച് പൂർണ്ണമായിട്ടും ഭഗവത് സ്മരണയിൽ കഴിയുന്ന ഒരാൾക്ക് മോക്ഷം കിട്ടാൻ എല്ലാം കൊണ്ടും അർഹതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറയണ്ടായി, ആ മധുരയിൽ പിന്നെ ഭഗവാൻ നമ്മളെ കൊണ്ട് നടക്കുക ചെയ്യണത്. പിന്നെ നമുക്ക് ഒന്നിൽ നിന്നും ബുദ്ധിമുട്ട് വരാനില്ല, പ്രാരബ്ധത്തിൽ നിന്ന് പോലും ബുദ്ധിമുട്ട് വരാനില്ല. ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഏത് വന്നാലും ഭഗവാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ഭാവമുണ്ട്, നിനക്ക് ഞാനില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കണത്? ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, അതൊരു അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാരബ്ധത്തിനും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. 17 തവണയാണ് ജരാസന്ധൻ യുദ്ധത്തിന് വന്നിട്ടുള്ളത്. ജരാസന്ധന്റെ കൂടെയുള്ള അക്ഷൗഹിണി സൈന്യങ്ങളെയും കൊണ്ടിട്ട് 17 തവണയും ഭഗവാൻ തോൽപ്പിച്ചു. അവസാനം വീണ്ടും വരണോ അതേ പ്രാരബ്ധം. അതേസമയം കാലയവനനും ഭഗവാന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു പേടിയാ. വരാനുള്ളതൊക്കെ വരും എന്ന് നമ്മൾ പറയും. ഏറ്റവും അവസാനം വരാനുള്ളൊരു സാധനമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടി വരും, മൃത്യു. കാലയവനലിലൂടെ ഇതാ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ യവനനെ പോലും ഭഗവാൻ നിഷ്പ്രഭാക്കിയിട്ടുണ്ട്. എന്തേ കാണിച്ചു തരണത്? ഈശ്വരനെ അറിഞ്ഞവർക്ക് പിന്നെ മരണമില്ല. മരിച്ചാ ജനിക്കണം, ജനിച്ചാ മരിക്കണം. ഭഗവാനെ അറിഞ്ഞവർക്ക് പിന്നെ മരണമില്ല, കാരണം അവർക്ക് പിന്നെ ഒരു ജന്മമില്ല. പക്ഷെ എന്ത് കാണിച്ചു തന്നു ഇവിടെ? കാലയവനനെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി ഭഗവാൻ ഓടിപ്പിച്ച് മുചുകുന്ദന്റെ ഗുഹയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ മുചുകുന്ദൻ എന്നത് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുക തന്നെയാ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ഒരു കർമ്മവും അദ്ദേഹം ചെയ്യണില്ല. ശരിക്ക് ഒരു മുക്തന്റെ അവസ്ഥയാണ്. കിടന്നുറങ്ങുക. ദേവന്മാര് കൊടുത്ത വരാണ്, സംസാരത്തിൽ തന്നെ ഇരുന്നോളൂ, പക്ഷെ അങ്ങേക്ക് സംസാരത്തിൽ നിന്നൊരു ബുദ്ധിമുട്ടും വരില്ല. ഉറങ്ങുന്ന ഒരാളും സമാധിയായിരിക്കുന്ന ഒരാളും തമ്മില് ചെറിയൊരു ബന്ധമുണ്ട്. കാരണം രണ്ടും ഏകദേശം അടുത്തടുത്ത് നിൽക്കണതാ. ഉറങ്ങുമ്പോ നമ്മള് സകലതും മറക്കണുണ്ട്, ഇല്ലേ? ഒന്നിനെ കുറിച്ച് ഒരു ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി, നല്ലതാ. സമാധിയിലും അതെ, എല്ലാത്തിനെ കുറിച്ച് മറക്കണു, പക്ഷേ താൻ ഈശ്വരനാണ് എന്നൊരു ബോധമുണ്ട്. ഉറക്കത്തിൽ അതും ഇല്ലാന്നേ ഉള്ളൂ. അത് ദോഷമല്ല. ആ ഉറക്കത്തിൽ നിന്ന് ഭഗവാൻ തട്ടി ഉണർത്തി. മുചുകുന്ദൻ ഉണർന്നു.
താൻ ആരാണെന്ന ബോധത്തോടു കൂടി നോക്കിയപ്പോ മൃത്യു നിഷ്പ്രഭമായിപ്പോയി. കാലയവനൻ ഭസ്മായിട്ട് പോയി. ആ മുചുകുന്ദനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നു. ഒടുവില് ഭഗവാൻ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകുന്നതിന്റെ അവസാന ഭാഗത്ത് കാണിച്ചു തന്നത് ജരാസന്ധനെ വീണ്ടും ഭഗവാൻ തോൽപ്പിക്കുന്ന ഒരു രംഗ. പ്രവരിഷണം എന്ന പർവ്വതത്തിലേക്ക് പ്രവേശിച്ചു ഭഗവാൻ. അവിടെ ചെന്നപ്പോ അതിന് തെയ്യട്ടൂന്നാ ജരാസന്ധനും കൂട്ടാളികളും കൂടിയിട്ട്. എന്നും വർഷിച്ചുകൊണ്ടിരിക്കണതാണ് ആ സ്ഥലം എന്ന പേരുകൊണ്ട് സൂചിപ്പിക്കണു പ്രവരിഷണം. എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് ചുറ്റും തെയ്യിട്ടിട്ട് വല്ല പ്രത്യേകതയുണ്ടോ? വല്ലതും ഉണ്ടാവാനുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നാൽ എന്താ ഈ മഴ? നമ്മുടെ ചിത്തം ഇപ്പൊ ശാന്തമാണ്. ഭഗവത് അനുഭൂതിയാകുന്ന ഒരു കുളിർമയോടുകൂടി, ഒരു ശീതളതയോടുകൂടി ശോഭിക്കുന്നതാ. അവിടെ പ്രാരബ്ധത്തിന്റെ ഒരു ചൂടും ഏൽക്കില്ല. സംശയമില്ലാത്ത കാര്യത്. ഒരു ചൂടും അവിടെ ഏൽക്കില്ല, ഏശില്ല, ഒരു പ്രശ്നവുമില്ല. സകലതിനെയും ഈശ്വരാനുഭവത്തോടു കൂടി ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കാണിച്ചു തന്നു. ഇപ്പോ രജോ ഗുണത്തിലുള്ള മധുരയെ എങ്ങനെ ഭഗവാൻ സാത്വികത്തിലേക്ക് ഉയർത്തി എന്ന് കാണിച്ചു തരിക ചെയ്തത്. എന്തെങ്കിലും മനസ്സിലായോ ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷേ ഓരോ രംഗത്തിലൂടെയും ചെറുതായിട്ടെങ്കിലും ഭഗവാൻ നമ്മുടെ ഉള്ളില് ഒരു സ്റ്റെപ്പ് നമ്മളെ മുന്നോട്ട് ഉയർത്തുന്നുണ്ട്. താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാം, മനസ്സിലാക്കി തരേണ്ടത് ഭഗവാൻ തന്നെയാണ്. അതിമനോഹരങ്ങളായിട്ടാണ് ഭഗവാന്റെ മധുരാലീലയൊക്കെ ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഓരോ രംഗവും അതിനെ ആദ്യം വേണ്ട രീതിയിൽ കേൾക്കണം. അത് വേണ്ട രീതിയിൽ കേട്ടിട്ട് ആ ചിത്രം നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമൊന്നുമില്ല, ഈ തത്വത്തെ നമുക്കും ബോധ്യാക്കാൻ സാധിക്കും. കാര്യം നമ്മളും അക്രൂരനെ പോലുള്ള ആൾക്കാരാ. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാ പ്രശ്നം. അക്രൂരൻ പറഞ്ഞതെന്താ? അഹം ച ആത്മജ ആകാരധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢ സത്യധിയാ വിഭോ അനിത്യ അനാത്മദുഃഖേഷു വിപര്യയമതിരിഹ്യഹം ദ്വന്ദ്വാരാമസ്തമോവിഷ്ടോ ന ജാനേത്വ ആത്മന പ്രിയം. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ഭാഗവതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എൻ്റെ ധനവും എൻ്റെ വീട് എൻ്റെ ബന്ധുക്കള് ഇത് കഴിയില്ല എത്ര പറഞ്ഞാലും. ഈ ബന്ധങ്ങളാകുന്നതിൽ നിന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടി കഴിയുക നമ്മൾ ഓരോരുത്തരും. ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢ സത്യധിയാ വിഭോ. ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ ഒരു സ്വപ്നം പോലെയുള്ളൂ, നശിച്ചു പോണതാ. എന്നാലും ഇത് നശിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി മൂഢനായിക്കൊണ്ട് സത്യമാണെന്ന ചിന്തയോടുകൂടി ഇതില് ആസക്തനായിട്ട് ജീവിക്കണം. ചുരുക്കം പറഞ്ഞാൽ അനിത്യ അനാത്മദുഃഖേഷു വിപര്യമതിരിഹ്യഹം. അനിത്യങ്ങളും അനാത്മങ്ങളുമാകുന്ന സാധനങ്ങളില് വിപരീതമായിട്ടൊരു ബുദ്ധി. നമ്മുടെ ശരീരവും നമ്മുടെ ബന്ധുക്കളും നശ്വരങ്ങളാണെന്നിരിക്കെ ഇതാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് വിപരീത ഭാവത്തിൽ നമ്മൾ ഓരോരുത്തരും കാണുന്നു. അപ്പൊ ഭഗവാനെ അറിയാൻ പറ്റണില്ല. ഇതെന്തുകൊണ്ടാ ചോദിച്ചാൽ രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ടാണ്. രജഃ കർമ്മ, കർമ്മം ചെയ്ത് നമ്മൾ ഭഗവാനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ വരുന്നു. അത് പാടില്ല. ആ കർമ്മത്തെ ക്ഷയിപ്പിച്ചാൽ തന്നെ പൂർണ്ണമായിട്ടും ഭഗവാനെ അറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുള്ളൂ. അതിനാണ് കംസനെ ഇല്ലാണ്ടിയാക്കണത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തരുന്ന പാഠം ഒന്നേ ഉള്ളൂ. കർമ്മത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കാണിച്ചു തന്നത് എന്താ? മധുരയിലേക്ക് പ്രവേശിച്ച ഭഗവാൻ രജോ ഗുണത്തിന്റെ ആധിക്യമായിരിക്കുന്ന രജകനെ ഇല്ലാണ്ടിയാക്കിയതാ കാണിച്ചു തന്നത്. അതേസമയം രജകനെ അടി കൊടുത്ത് അനുഗ്രഹിച്ചു എങ്കിൽ സകല ഐശ്വര്യങ്ങളും ഭക്തിയും കൊടുത്ത് അനുഗ്രഹിച്ചത് തുന്നൽക്കാരനെയും മാലാകാരനെയും ആയിരുന്നു. അവര് കാണിച്ചു തന്നത് എന്താ?
സർവവും തങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. നമുക്ക് കർമ്മങ്ങളിൽ നിന്ന് വേർപെടാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഇതാണ്. ഭാഗവതത്തിൽ ഉടനീളം കർമ്മബന്ധാത് വിമുച്യതേ, കർമ്മബന്ധാൽ പ്രമുച്യതേ എന്നൊക്കെ ധാരാളം കാണാം ഫലശ്രുതികൾ. അതിനെ മാത്രം നമ്മൾ ശ്രദ്ധിക്കില്ല. ഐശ്വര്യം കിട്ടും, യശസ് കിട്ടും എന്നൊക്കെയുള്ള ഫലശ്രുതികളെ ശ്രദ്ധിക്കും. ശരിക്ക് വേണ്ടത് എന്താ? കർമ്മബന്ധങ്ങളിൽ നിന്ന് വെടിയലാ വേണ്ടത്. അത് എത്രത്തോളം വെടിയാണ്ടിരിക്കണോ അത്രത്തോളം വീണ്ടും നമ്മൾ ഈ സംസാരത്തിൽ തന്നെ ഇരിക്കും. ഭഗവാനെ അറിയലുണ്ടാവില്ല. ഇതിന് സാധിക്കേ വേണ്ടൂ. തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലി വസ്ത്രങ്ങൾ തയ്ക്കലാണെങ്കിൽ അത് ഭഗവാന് സമർപ്പിച്ച തുന്നൽക്കാരൻ. തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലി മാലയുണ്ടാക്കലാണെങ്കിൽ അതുകൊണ്ട് ഭഗവാൻ ഒരു മാലയുണ്ടാക്കി സമർപ്പിച്ച മാലാകാരൻ. കുരുക്കൂട്ടുകാരിയായ സൈരന്ധ്രിയോ ഉറപ്പിച്ചു പറഞ്ഞു, ഭഗവാൻ അല്ലാണ്ട് മറ്റാർക്കും ഇത് കൊടുക്കാൻ അർഹിക്കണില്ല, ഇത് നേടാൻ അർഹിക്കണില്ല എന്നാ. ഈ ഒരു ഭാവം ഉണ്ടോ? ഇതോടൊക്കെ കൂടി എന്തുണ്ടായി? വില്ലും കൂടി പൊട്ടിച്ച് സകല ഗുണബന്ധങ്ങളെയും ഇല്ലാണ്ടിയാക്കിയപ്പോ കംസൻ തീർന്നു. അവിടെ കംസന് പേടി സ്വപ്നമായി. പോവാനുള്ള ആ ബുദ്ധിമുട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ഭാവം. എത്രത്തോളം കർമ്മത്തെ വെടിയിക്കാൻ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും നമ്മളിൽ അള്ളിപ്പിടിച്ച് പോവാൻ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് സ്വപ്നത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. എന്നിരുന്നാലും കഴിയില്ല ആ സംസാരത്തിനോടുള്ള ആസക്തി. അത് കുവലയാപീഠത്തിനോട് കാണിച്ചു. ശരിയാ, നമ്മൾ സകല കർമ്മങ്ങളും ഭഗവാനിലേക്ക് അർപ്പിച്ച് ഉയർന്നു വന്നു തുടങ്ങി സകല ഗുണബന്ധങ്ങളെയും വെടിഞ്ഞാലും ഈ സംസാരത്തിനോടുള്ള ആസക്തി നമ്മളിൽ നിന്ന് വിട്ടു പോവില്ല, ഉറപ്പാ. മാറ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കണം. അല്ലെങ്കിൽ ആ ആസക്തിയെ ഇല്ലാണ്ടിയാക്കി ഭഗവാൻ തന്നെ തെളിഞ്ഞു വരണം. അങ്ങനെ വന്നാൽ ഇന്ദ്രിയങ്ങൾ നെട്ടോട്ടോടും. കണ്ണും കാതും മൂക്കൊക്കെ പലതരത്തിൽ നെട്ടോട്ടോടാൻ തുടങ്ങും. അവരും കൂടി പിടിച്ചു നിർത്തുന്ന നമ്മളെ. ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്ത്യവി യഥേർമന. ഒരു യതി ആയിരുന്നാലും അവനെ ഇന്ദ്രിയങ്ങൾ ചിലപ്പോ അടക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചേക്കാം എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എത്രത്തോളം ശ്രമിച്ച് ഏകാന്തഭാവത്തിൽ ഇരിക്കാൻ നോക്കിയാലും കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്തൊരു കാഴ്ച കണ്ടാൽ പോയി, കാതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു ശബ്ദം കേട്ടാൽ പോയി. ആ ഇന്ദ്രിയങ്ങളെയും ആദ്യം അടക്കണം. ചാണൂരൻ മുഷ്ടികൻ എന്ന പ്രധാന ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കർമ്മത്തിന് പ്രശ്നമില്ല. ഇത് നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുമോ എന്നുള്ളതാ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കംസന്റേതാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവില്ല. മാത്രല്ല നമ്മളാകുന്ന അക്രൂരന്മാർക്ക് എന്തു വരണു? ഒടുവില് അവസാന അക്രൂരൻ പറഞ്ഞതുപോലെ, ഭഗവാനെ ഇതൊക്കെ അങ്ങയുടെ മായയാണെന്ന് ഇപ്പൊ മനസ്സിലായിരിക്കണു. ആ മായയെ ഒന്ന് ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ തന്നെ പ്രകാശിക്കുന്ന അങ്ങയെ ശരിക്കും കാണാനെന്ന് ആക്കി തന്നാ മതി എന്ന് പറയാൻ സാധിക്കും. അതിന് ഉള്ള ഭാഗങ്ങളാണ് നമുക്കിവിടെ വർണ്ണിച്ചു തന്നത്. ശരിക്കു പറഞ്ഞാൽ ഭാഗവതത്തിലെ കൃഷ്ണാവതാര കഥകളില് വൃന്ദാവന ലീലകൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ തോന്നാം നമുക്ക് പറ്റിയവയല്ല. കാരണം കുറച്ചൊരറിവ് നമ്മുടെ ഉള്ളിൽ വന്ന് പെട്ടിട്ടുണ്ട്. നിഷ്കളങ്ക ഭാവം നമുക്കില്ല. എന്നാൽ അവർക്കതുണ്ട്. നമുക്കത് എളുപ്പമല്ല. ഇനി ദ്വാരകാലയിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി ഉയർന്ന തലാണ്. അതും നമുക്ക് എളുപ്പമല്ല. നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഈ മധുരാ ലീലയിലാണ്. ഇതിനെ കൂടുതലായിട്ട് ഉപാസിക്കും തോറും ഉള്ളിൽ മനസ്സിലാവും, ക്രമേണ സകല കർമ്മങ്ങളും നമ്മൾ വെടിയും ഭഗവാനെ അറിയാനും സാധിക്കും. പറഞ്ഞു വന്നത് നമ്മളൊക്കെ മധുരാവാസികളാണ് എന്നാ. അവിടെ ഭഗവാൻ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കഥകള് താത്വികമായിട്ട് ചിന്തിച്ചു. എളുപ്പമൊന്നുമല്ല ശ്രീകൃഷ്ണാവതാര കഥകള് ഇതുപോലെ താത്വികമായിട്ട് പറയണം എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ ശ്രമിച്ചു. ഇതിനൊക്കെ ഉപരി വേറെ തരത്തിലാവാം, വേറെ ഭാവത്തിലാവാം. എന്താ ശരിക്കും ഭാഗവതത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഒന്നിലോ ഭഗവാൻ വരണം, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി വരണം, അല്ലെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷി വരണം. പിന്നെ ഒന്ന് ഉപാസിക്കുന്നവന് ഉള്ളിൽ അനുഭവപ്പെടുന്നതായ
തോന്നലുകളാണ്, അദ്ദേഹത്തിന് കിട്ടുന്നതായ തത്വങ്ങളാണ്. അത് ഉപാസനയുടെ ബലമനുസരിച്ച്, ഉപാസകന്റെ ഭാവമനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ടതുപോലെ അനുഭവപ്പെടും. നമ്മൾ ഇപ്പൊ കേട്ടതായിരിക്കണം എന്നില്ല കൂടുതലായിട്ട് ഉപാസിക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നേണ്ടത്. അത് ഭഗവാൻ നിശ്ചയിക്കട്ടെ. എന്തായാലും ഇപ്പതാ ഭഗവാന്റെ മധുരാലീലകള് ഈ രീതിയിലെങ്കിലും നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചു. അതിനെ എന്ത് വേണം? സകല കർമ്മങ്ങളും, കർമ്മബന്ധം വെടിയാനായിട്ട് സകല കർമ്മങ്ങളും ഭഗവാനായിട്ടാണ് സമർപ്പിക്കേണ്ടത് എങ്കിൽ ഇതാ ഈ കർമ്മങ്ങളും സംശയമൊന്നുമില്ല ഭഗവാനായിട്ട് നമ്മൾ സമർപ്പിക്കണം. ഇപ്പൊ കേട്ടതും പറഞ്ഞതുമായ എല്ലാ വാക്കുകളും ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് സമർപ്പിക്കുക. നമ്മൾ ഓരോരുത്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ തസ്മൈ കൃഷ്ണായ ആകുണ്ഠമേധസേ യൽ പാദാംബുരുഹധ്യാനാൽ സംഹിതാമധ്യഗാമിമാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.